ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സ്റ്റാൻഡപ്പ് കോളർ സാരി ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ഏതൊരാൾക്കും അവനവൻ്റെ അളവിലേക്ക് നമ്മുടെ കഴുത്തിനോട് ചേർന്ന് ഈ കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നും ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെ അളവിൽ കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ അളവുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. സ്വന്തമായിട്ട് വളരെ സ്റ്റൈലായിട്ട് ഇപ്പം വളരെ ട്രെൻഡി ആയിട്ടുള്ള ഈ ഒരു നെക്ക് നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ അറിയേണ്ടതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പോയിന്റുകളുണ്ട്. അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞാണ് കറക്റ്റായിട്ടൊരു ട്രെൻഡി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡപ്പ് കോളർ നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ തയ്ക്കുന്നതെല്ലാം പറയുന്നത്. ഇതിന് മുന്നേ കട്ട് ചെയ്ത വീഡിയോയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ട് അവനവൻ്റെ അളവിൽ കട്ട് ചെയ്ത് എടുക്കാവുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ആണ്. ഇത് നമ്മളുടെ ബാക്ക് പോർഷനാണ്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഇതിൻ്റെ തൊട്ട് മുന്നിലത്തെ വീഡിയോയിലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് പോർഷനാണ്. അത് നെക്ക് വരെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, അതായത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല, അത് നമ്മൾ ഈ വീഡിയോയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസസ് കട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫേസ്ബുക്കും ഉണ്ട്, ഒരു ഇൻസ്റ്റയും ഉണ്ട്. അത് രണ്ടും ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്. അതൊന്നുകൂടെ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുതേ. ഇനി ഈ സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതെന്നും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ അറ്റാച്ച് ചെയ്യുന്നത് പോലെ ലൈനിങ്ങുമായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ നെക്കിനായിട്ട് ഒരു ഇൻ്റർഫേസിങ് ഫാബ്രിക്കിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ നെക്കിന് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ താഴ്ത്തിയാണ് വെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വിട്ട് ഒരല്പം കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുവഴി ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണെന്നുള്ളത് ആ പോയിൻ്റ് അറിയാൻ വേണ്ടിയാണ്. ഇനിയും നമ്മൾ 1 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ആ 1 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തതിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ബക്കറോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തു ആ ലെവൽ വരുന്നിടവും വരെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ലഭിക്കുവേ. അപ്പം നമ്മളുടെ ഫ്രണ്ട് പോർഷനിലെ നെക്കിന് ആ കറക്റ്റ് അവിടേക്ക് ഇതിങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷനെ 2 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ബാക്ക് പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലൈനിങ്ങിനെ മെയിൻ ഫാബ്രിക്കുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഇട്ടിരിക്കുകയാണ്. ഇനി ഒരു ഇൻ്റർഫേസിങ് ഫാബ്രിക് എടുക്കുക, അതിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ ക്ലോത്തിൻ്റെ ലെങ്ത് എവിടെയാണോ വരുന്നത് അതുവഴി ഇങ്ങോട്ടൊന്ന് നീട്ടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ക്ലോത്തിനെക്കാട്ടിൽ ഒരു അല്പം കൂടെ വിഡ്ത്ത് ഇട്ടാണ് ഇൻ്റർഫേസിങ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ നെക്കിൻ്റെ വിഡ്ത്ത് എവിടെ വരുന്നോ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് കൂടുതൽ കൊടുത്താണ് ബക്രത്തിന് വിഡ്ത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വരച്ചു കൊടുത്ത പോയിന്റിൽ നിന്ന് താഴേക്കൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ ബാക്ക് പോർഷനിലെ കോളറിൻ്റെ ലെങ്ത്. 1.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം 1/4 ഇഞ്ചാണ് ഈ സൈഡിൽ നിന്ന് വീതി നമ്മൾ കൂടുതലും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ആ ഫ്രണ്ട് പോർഷനിലെ ബക്രത്തിൻ്റെ 1 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. ആ വിഡ്ത്ത് വരുന്നിടത്ത് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു ക്ലോത്തിലേക്ക് നമ്മളുടെ ഈ ബക്രത്തെ അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് എടുത്തതിന് ശേഷം ഈ സ്ട്രെയിറ്റ് ആയിട്ട് ആ നീളമുള്ള ഭാഗത്തിൽ നമ്മൾ ഒരല്പം വീതി കൂട്ടിയിട്ട് കട്ട് ചെയ്യുക. ബാക്കി എല്ലാ ഭാഗവും നമ്മളുടെ ബക്രത്തിന് എത്രയാണോ വിഡ്ത്ത് ആ വിഡ്ത്തിൽ ഇതുപോലെ കട്ട് ചെയ്യുക. ഈ ഭാഗം ഇങ്ങനെ നമുക്ക്
മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇവിടെ എല്ലാം നമ്മളിങ്ങനെ ഒരല്പം വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി ഈ ഇൻ്റർഫേസിങ്ങിന് ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ 1 ഇഞ്ച് വിട്ടുള്ള ഒരു പീസ് ഇതുപോലെ ഒരു പീസും ഒരു 2.5 ഇഞ്ച് വിട്ടുള്ള പീസും നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഹുക്ക് വെക്കാനായിട്ട് ഹോള് വെക്കാനുമായിട്ട് ഫ്രണ്ട് പോർഷനിലാണ് നമ്മളിതിന് ഹുക്കും ഹോളും വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ സെൻറ്ററിനെ അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഈ സൈഡുകളിൽ എല്ലാം വളവ് വരുന്നിടത്ത് ഒന്ന് ത്രെഡിൽ കട്ട് ചെയ്യാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് ആ ഭാഗം നെക്കിൻ്റെ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമുക്ക് ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ റൈറ്റ് പോർഷനിലാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഹോള് വെച്ച് കൊടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലുമാണ്. ഇനി റൈറ്റ് സൈഡിൽ നമ്മൾ 1 ഇഞ്ച് വിട്ടുള്ള ഒരു പീസ് എടുക്കുക. അതിൻ്റെ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ നെക്കിന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്ട്രിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ലെഫ്റ്റ് സൈഡിൽ ആണെങ്കിൽ നമ്മൾ 2.5 ഇഞ്ച് വിട്ടുള്ള ഒരു പീസും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 1 ഇഞ്ച് വിട്ടുള്ള പീസിനെ റൈറ്റ് സൈഡിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലാണ് നമ്മൾ ഹുക്ക് വെക്കുന്നത്. നമ്മൾ ആ സ്ട്രിപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ സ്ട്രിപ്പിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് ഈ സ്ട്രിപ്പിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡുകൾ നല്ല നീറ്റായിട്ട് ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് നല്ല നീറ്റ് ചെയ്ത് കറക്റ്റാക്കി കൊടുത്ത് വേണം താഴേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഭാഗമെല്ലാം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ വെച്ചിരിക്കുന്ന സ്ട്രിപ്പിലേക്ക്. അത് അപ്പം നമ്മൾ മുകളിൽ തൊട്ടേ നെക്കിൻ്റെ ഭാഗം തൊട്ടേ അങ്ങ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം ഇതിനെ നന്നായിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ വളവുകളെല്ലാം നല്ല നീറ്റായിട്ട് കിട്ടുവേ. ഇനി ലെഫ്റ്റ് സൈഡിലെ പോർഷൻ എടുത്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ഹോള് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ റോങ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലെ ഇടത്ത് വശത്തെ നെക്കിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ ആ 2.5 ഇഞ്ച് വിട്ടുള്ള പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ റോങ് സൈഡിലേക്ക് ഈ സ്ട്രിപ്പിൻ്റെ നല്ല വശമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ നെക്കിനായിട്ട് സ്റ്റിച്ച് ചെയ്ത പീസ് ഉണ്ടല്ലോ, ആ പീസിലേക്ക് അറ്റാച്ച് ചെയ്യുന്നില്ല, അതിൻ്റെ ബാലൻസ് ആയിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇവിടെ 2ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ എടുക്കുന്നത്. അതിനുശേഷം നല്ല വശത്തിലേക്ക് ഈ സ്ട്രിപ്പിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഇവിടെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് ഒരു 2 ഇഞ്ച് വിട്ട് ഡിസ്റ്റൻസ് ഇട്ട് ഇങ്ങനെ വ്യത്യാസം ഇട്ട് നമ്മളിങ്ങനെ ഹോൾ ഇട്ട് കൊടുത്താൽ മതി. സാധാരണ വി ഹോള് നമ്മൾ ചെയ്തെടുക്കുന്നത് പോലെ അങ്ങ് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇവിടെ കണ്ടോ 2ആയിട്ടാണ് ഈ പോർഷൻ വരുന്നത്. എങ്കിൽ മാത്രമേ നമുക്കത് മടക്കുമ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ ചെയ്തെടുത്താലേ അപ്പം നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടി. ബാലൻസ് ഭാഗത്ത് നമ്മൾ ഹുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പ്രിൻസസ് കട്ടിനാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടിലേക്കും നമ്മൾ കറക്റ്റ് വരുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാവുക. വേറെ ഒന്നും നോക്കണ്ട, എടുത്ത് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മളെപ്പോഴും ഈ താഴ്ഭാഗത്തു നിന്ന് നമ്മുടെ ബോട്ടം ഭാഗത്തു നിന്ന് തിരിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. ഇങ്ങനെ നമ്മൾ ബോട്ടം ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പം ഈ കോർണറിൽ വരുമ്പം ആ കോർണർ കറക്റ്റായിട്ട് ആ കോർണർ വഴി സ്റ്റിച്ച് ചെയ്യരുത്, അവിടെ ഒന്ന് വളച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. എങ്കിൽ മാത്രം ഇത് ഇത്രയും ഡിഫറൻസിൽ ചെയ്തെടുത്താൽ നമ്മളുടെ ആം ഹോളിൻ്റെ അവിടെ നല്ല നീറ്റായിട്ട് കിട്ടുവേ. കറക്റ്റായിട്ട് നമുക്ക് ഒട്ടും കട്ട് ചെയ്യേണ്ടാത്ത രീതിയിൽ കിട്ടും. ഇതുപോലെയാണ് ഇങ്ങനെ ഒന്ന് വളച്ച് ചെയ്തെടുക്കാൻ. നമ്മൾ കറക്റ്റായിട്ട് ആ കോർണർ കുത്തി എടുക്കുകയാണെങ്കിൽ ഡിഫറൻസ് വരുവേ.
അപ്പോൾ അത്രയ്ക്ക് നീറ്റാകത്തുമില്ല. ഇനി നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്കൊരു 1/4 ഇഞ്ചിൻ്റെ ഡിഫറൻസ് വരണേ. അതിന് വേണ്ടിയാണ് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന്, ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഈ വീഡിയോയിലെ പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അപ്പം നെക്കിൻ്റെ ഭാഗത്ത് നമുക്കൊരല്പം ഒരു 1/4 ഇഞ്ച് ഡിഫറൻസ് വരും. അത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഈ സൈഡും നമ്മൾ ആം ഹോളിൻ്റെ അവിടെ മുതൽ നമ്മളുടെ നെക്കിൻ്റെ ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം നമ്മൾ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ. ഇത് കണ്ടോ, ഇതുപോലെ ഡിഫറൻസ് വരുന്ന രീതിയിലാണ് 1/4 ഇഞ്ച് നമുക്ക് കിട്ടണം. ആ രീതിയിലാണ് നമ്മളിങ്ങനെ ഷോൾഡർ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുത്താലും നല്ലതാണ്. നമുക്ക് എവിടെ വേണം സെൻറ്റർ നിന്ന് അറിഞ്ഞേച്ചാൽ മതി. ഇനി ബാക്ക് പോർഷനിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്ട്രിപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ കൂടുതലിട്ട് കൊടുത്തിരിക്കുന്ന ആ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഭാഗം. അതിനുശേഷം ഇതിൻ്റെയും കറക്റ്റ് സെൻറ്റർ കാണുക. അതിനുശേഷം നമ്മൾ ഈ ഭാഗം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് കറക്റ്റ് സെൻറ്റർ നമുക്കൊന്ന് പിൻ കുത്തി കൊടുക്കാവേ. ഇങ്ങനെ പിൻ കുത്തി കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ നേരെ തിരിക്കുകയാണ്. അതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് ആ ഭാഗം നമ്മൾ നീണ്ടു നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് നമ്മളിങ്ങനെ വളച്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്ത ആ വളവിലൂടെയാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ചെയ്തോണേ, എങ്കിലേ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുവേ. ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ബാലൻസ് നമ്മളിങ്ങനെ നീണ്ടു നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇനി ത്രെഡിൽ കട്ട് ചെയ്യാതെ ആ വളവുള്ള ഭാഗത്ത് 1 or 2 കട്ട് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഈ ഭാഗം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. അത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് കിട്ടുവേ. ആ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ബാക്ക് നെക്കിലെ നമ്മൾ ആ സ്ട്രിപ്പും നമ്മളുടെ ഷോൾഡറൂടെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നീണ്ടു നിൽക്കും. ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുമേ നീണ്ടു നിൽക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഭാഗങ്ങളിൽ 2 വശവും കൂടെ നമ്മൾ ചേരുന്നതിൻ്റെ ഇപ്പോൾ 2 സൈഡിലും ഒന്ന് ത്രെഡിൽ കട്ട് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണമൊക്കെ അത് നമ്മൾ തിരിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഇവിടെ ഒന്നും ചുളുക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ നമ്മൾ തിരിച്ച് കൊടുക്കുകയാണ്. നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഈ കോളറിൻ്റെ ഭാഗങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഭാഗമെല്ലാം കൈത്തയ്യലാണ് തയ്ക്കേണ്ടത്. ഇപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ മുതൽ നമ്മൾ ഹുക്കും വെച്ച് കൊടുക്കും. നമ്മുടെ നെക്ക് നന്നായിട്ട് കഴുത്തിൽ നിന്ന് കയറി കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ് ക്ലോത്തിൻ്റെ ചീത്ത വശവും കൂടാണ് വെച്ച് കൊടുക്കുന്നത്. ലൈനിങ് ക്ലോത്തിൻ്റെ ചീത്ത വശവും നമ്മൾ പറയാൻ കാര്യം, ലൈനിങ് ക്ലോത്ത് തികയാത്തത് കൊണ്ട് തന്നെ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡുകൾ തമ്മിൽ ഇങ്ങനെ ചെയ്തെടുത്തു. എന്നിട്ട് ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് എടുക്കണം. അപ്പം നമ്മളുടെ ദേഹത്തിലേക്ക് ഈ സ്റ്റിച്ചിങ് പാഡ് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ക്ലോത്തിൽ വരത്തില്ല. കാരണം ക്ലോത്തിൻ്റെ ഭാഗത്ത് നമുക്ക് നിഴലടിക്കാൻ സാധ്യതയുണ്ട്. നല്ല കട്ടി കുറഞ്ഞ ക്ലോത്താണ് ഈ മെയിൻ ഫാബ്രിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ലൈനിങ്ങും ഇതുപോലെ ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുഴിച്ചെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മളുടെ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഷോൾഡറിന് 1 ഇഞ്ച്
കൂടുതലാണ് കട്ട് ചെയ്തപ്പോൾ കൊടുത്തത്. അത് നമുക്ക് അത്ര ആവശ്യമില്ലെങ്കിൽ അത് നമ്മൾ നോക്കിയതിന് ശേഷം ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെ നമുക്ക് കുറച്ച് ഈ ഷോൾഡർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. അത് നമ്മൾ ഒന്ന് നോക്കി നമുക്ക് അളവ് കറക്റ്റ് ആണോ എന്ന് നെക്കിലൊന്ന് വെച്ച് നോക്കിയതിന് ശേഷമാണ് ആ ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടത് ഷോൾഡർ. അതിനുശേഷം നല്ല വശങ്ങൾ തമ്മിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്ത് സൈഡും എല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു, സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു, ബോട്ടം ഭാഗത്ത് ഓരോ സ്ട്രിപ്പ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യം കൂടെ ഉള്ളൂ. അതെല്ലാം നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ധാരാളം ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളതാണ്. ഈ ഭാഗമെല്ലാം നമ്മൾ ഇങ്ങനെ സ്ട്രിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മടക്കി കൈത്തയ്യലും തയ്ച്ച് കൊടുത്തിരിക്കുകയാണ്. ബാക്കി നെക്കിൻ്റെ ഭാഗമേ അങ്ങനെയുള്ളടം എല്ലാം കൈത്തയ്യൽ ചെയ്ത് കൊടുക്കേണ്ടടുത്ത് അത് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഹുക്ക് വെച്ച് കൊടുക്കേണ്ടടുത്ത് നമ്മൾ ഹുക്കും വെച്ച് കൊടുക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. സൈഡിലൊക്കെ നമുക്ക് 2 3 അടിപ്പിട്ട് കൊടുക്കാവേ. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ബാലൻസ് ഒരുപാട് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗത്തെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ അളവിൽ അങ്ങ് ചെയ്തെടുത്തോണേ. അതുപോലെ തന്നെ ഇത് ഏതൊരാളും അവനവൻ്റെ അളവിലാണ് നെക്കിൻ്റെ ഭാഗമേ പ്രിൻസസ് കട്ട് എല്ലാം ചെയ്യേണ്ടത്. നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ മുന്നേ ഒക്കെ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ തന്നെ നമ്മൾ നമ്മളുടെ സ്റ്റാൻഡപ്പ് കോളർ ഒരു ചുരിദാറിൽ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നും ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നെക്കിന് നമ്മൾ ഒരല്പം വ്യത്യാസം മുൻവശത്ത് വരുത്തിയാണ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നവർ ഒരു പഴയ ക്ലോത്തിൽ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നെക്കൊക്കെ ഇല്ലേ നമ്മളുടെ അളവുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കും. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കാവേ. പിന്നെ അവനവൻ്റെ അളവിലാണ് ആ നെക്കിൻ്റെ ഭാഗവും എല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ ബ്ലൗസ് ആണെങ്കിലും പ്രിൻസസ് കട്ട് നമ്മുടെ അളവിലാണ് ചെയ്തെടുക്കേണ്ടത്. ഓരോരുത്തരും അവനവൻ്റെ അളവിൽ. നമ്മൾ നോർമൽ സാരി ബ്ലൗസ് ആണെങ്കിലും പ്രിൻസസ് കട്ട് ആണെങ്കിലും അല്ലാത്ത മുൻവശമൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ടക്കിടുന്ന രീതിയിലുള്ളതൊക്കെ വീഡിയോ ഇതിൻ്റെ മുന്നേ പല വീഡിയോ ഇട്ടിട്ടുണ്ട്. സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റും ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്കൊരു ഫേസ്ബുക്കും ഉണ്ട്, ഇൻസ്റ്റയും ഉണ്ട്. അത് രണ്ടും ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.